മസിനഗുഡി വഴി ഊട്ടിയിലേക്കൊരു യാത്ര, അതൊരു വല്ലാത്ത എക്സ്പീരിയൻസാണ്. ഇതാണല്ലോ ഇപ്പോഴത്തെ ട്രെൻഡ്. ഏതൊരു മലയാളിയും ആഗ്രഹിക്കുന്ന ഒരു റോഡ് ട്രിപ്പായിരിക്കും ഇത്. ഇതിനൊക്കെ വലിയ ചിലവും സമയവും ഒക്കെ വേണമെന്ന് വിചാരിച്ച് ഈ ആഗ്രഹം മനസ്സിൽ കൊണ്ടു നടക്കുന്നവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. ഞങ്ങൾ 2 പേര് ആക്സസ് 125 സ്കൂട്ടറിലാണ് പാലക്കാട്ട് നിന്ന് രാവിലെ 5 മണിക്ക് യാത്ര തുടങ്ങിയത്. പെരിന്തൽമണ്ണ, നിലമ്പൂർ, ഗൂഡല്ലൂർ, മുതുമല, മസിനഗുഡി, ഊട്ടി, കോത്തഗിരി, കോയമ്പത്തൂർ വഴി വൈകിട്ട് 8 മണിക്ക് പാലക്കാട് തിരിച്ചെത്തുന്ന ഈ വൺ ഡേ ട്രിപ്പിൽ ഞങ്ങൾക്ക് ആകെ ചിലവായത് 700 രൂപയുടെ പെട്രോൾ മാത്രമാണ്. ഈ യാത്രയിൽ ശ്രദ്ധിക്കേണ്ട എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. നിലമ്പൂരിൽ നിന്ന് 47 കിലോമീറ്ററാണ് ഗൂഡല്ലൂരിലേക്കുള്ളത്. നിലമ്പൂരിൽ നിന്ന് ഊട്ടി ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്താൽ 96 കിലോമീറ്ററാണ് കാണിക്കുന്നത്. ഇത് ഗൂഡല്ലൂരിൽ നിന്ന് സാധാരണ പോകുന്ന വഴിയാണ്. നമ്മുടെ യാത്ര ഗൂഡല്ലൂരിൽ നിന്നും മൈസൂർ റോഡിൽ തെപ്പക്കാട് എന്ന സ്ഥലത്ത് നിന്ന് വലത്തേക്ക് തിരിഞ്ഞ് മസിനഗുഡി വഴി കല്ലെട്ടിച്ചുരത്തിലെ 36 ഹെയർപിൻ ബെൻഡുകൾ കയറിയാണ്. ആനമറി കഴിഞ്ഞ് 1ാം വളവിലെത്തുമ്പോൾ തന്നെ തണുപ്പായി തുടങ്ങും. അതുവരെയുള്ള യാത്രയുടെ ക്ഷീണമെല്ലാം മാറ്റുന്ന കാഴ്ചകളാണ് പിന്നെ അങ്ങോട്ട്. നാടുകാണി വ്യൂ പോയിൻറ്റിൽ നിന്നാൽ പച്ചവിരിച്ച താഴ്വരകളും പശ്ചിമഘട്ട മലനിരകളും എല്ലാം കാണാം. പിന്നെ തേൻപാറയും കല്ലടയും തണുപ്പഞ്ചോലയും എല്ലാം കഴിഞ്ഞാൽ നാടുകാണിയായി. ഗൂഡല്ലൂർ എത്താറാകുമ്പോഴേക്കും നല്ല പച്ച പച്ച തേയിലത്തോട്ടങ്ങളുടെ കാഴ്ചകളൊക്കെ കണ്ടു തുടങ്ങും. അങ്ങനെ നമ്മൾ ഗൂഡല്ലൂർ ടൗണിലെത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് വലത്തേക്ക് തിരിഞ്ഞ് 50 കിലോമീറ്റർ പോയാൽ ഊട്ടിയായി. ഇടത്തേക്ക് തിരിഞ്ഞ് മൈസൂർ റൂട്ടിലാണ് നമുക്ക് പോകേണ്ടത്. വനയാത്രയൊക്കെ ആസ്വദിച്ച് ഊട്ടിയിലെത്തുന്ന ഒരു വഴിയാണിത്. ഇവിടെ നിന്ന് ഇടത്തേക്ക് പോണ വഴി സുൽത്താൻ ബത്തേരിക്കാണ്. 44 കിലോമീറ്ററാണ് കാണിക്കുന്നത്. നമുക്ക് പോകേണ്ടത് വലത്തേക്ക് മൈസൂർ റോഡാണ്. പെട്രോൾ അടിക്കുന്നതിനും ATM നിന്ന് ക്യാഷ് എടുക്കുന്നതിനും ഒക്കെ ഈ ടൗണിൽ സൗകര്യമുണ്ട്. ഇവിടം വിട്ടാൽ പിന്നെ നമുക്ക് പെട്രോൾ പമ്പ് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇവിടുന്ന് തന്നെ പെട്രോൾ അടിച്ച് പോകുന്നതായിരിക്കും നല്ലത്. ഇവിടെ നിന്ന് 6 കിലോമീറ്റർ പോയാൽ തുറപ്പള്ളിയായി. തമിഴ്നാട്ടിലെ മുതുമല വന്യജീവി സങ്കേതത്തിൻ്റെ കവാടമാണ് ഇവിടെ. ഇവിടുന്ന് അങ്ങോട്ട് കാടാണ്. മാനും മയിലും ആനയും കാട്ടുപോത്തുമൊക്കെ വഴിയരികിലൂടെ മേഞ്ഞ് നടക്കുന്നത് കാണാൻ ഭാഗ്യമുണ്ടെങ്കിൽ കഴിയും. രാത്രി യാത്രാ നിരോധനമുള്ളതുകൊണ്ട് രാവിലെ 6 മണി മുതൽ രാത്രി 9 മണി വരെ ഇതുവഴി കടന്നു പോകാൻ കഴിയും. ഇവിടെ നിന്ന് അങ്ങോട്ട് മുതുമല വന്യജീവി സംഘത്തിലൂടെയാണ് നമ്മുടെ യാത്ര. ഏത് നിമിഷവും വന്യമൃഗങ്ങളെ കാണാൻ സാധ്യതയുള്ള ഒരു സ്ഥലമാണിവിടെ. വഴിയുടെ ഇരുവശവും നല്ല വീതിയിൽ തന്നെ ഫയർ ബെൽറ്റ് വെട്ടിയിട്ടിരിക്കുന്നതിനാൽ എന്തിനെങ്കിലും കാണുകയാണെങ്കിൽ തന്നെ വളരെ ദൂരെ നിന്ന് തന്നെ അറിയാൻ കഴിയും. ഏതു വാഹനമായാലും ഇതിനുള്ളിൽ നിർത്തി ഇറങ്ങി നിന്ന് ഫോട്ടോ എടുക്കാൻ അനുവദിക്കില്ല. ഫോറസ്റ്റുകാർ കണ്ടാൽ ഉറപ്പായും ഫൈൻ കിട്ടും. 2 വീലറിൽ ഇതുവഴി പോകുമ്പോൾ കുറച്ചും കൂടി ശ്രദ്ധ വേണം. അങ്ങനെ നമ്മൾ തെപ്പക്കാടെത്തി. മസിനഗുഡിക്ക് ഇവിടെ നിന്ന് വലത്തേക്കാണ് തിരിയേണ്ടത്. നേരെ പോയാൽ 10 കിലോമീറ്റർ ചെന്നാൽ കർണാടകയിലെ ബന്ദിപ്പൂർ വന്യജീവി സങ്കേതമായി.
ഇവിടെ വനം വകുപ്പിൻ്റെ വാഹനത്തിൽ ജംഗിൾ സഫാരി നടത്തുന്നതിനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. 1 മണിക്കൂറുള്ള ഈ സഫാരിക്ക് 340 രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് നിരക്ക്. ടിക്കറ്റ് ഓൺലൈനായി മുതുമലൈ ടൈഗർ റിസർവിൻ്റെ സൈറ്റിൽ നിന്നും വാങ്ങിക്കാവുന്നതാണ്. കൂടാതെ നമ്മളിവിടെ വന്ന് ടിക്കറ്റ് കൗണ്ടറിൽ നിന്നും നേരിട്ട് ടിക്കറ്റ് എടുക്കുകയും ചെയ്യാം. ഇതുകൂടാതെ നിരവധി സ്റ്റേ പ്രോഗ്രാമുകൾ ഇവിടെയുണ്ട്. 2200 രൂപ തൊട്ട് മുകളിലേക്കാണ് എല്ലാ ടിക്കറ്റ് നിരക്കും. ഞങ്ങളെന്തായാലും 1 ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്തിരിക്കുന്നതുകൊണ്ട് അതിനൊന്നും നിൽക്കുന്നില്ല. നമ്മൾ നേരെ ഊട്ടിക്ക് വിടുകയാണ്. ഇവിടെ നിന്നാണ് മസിനഗുഡിയിലേക്കുള്ള കിടിലൻ യാത്ര തുടങ്ങുന്നത്. കാടിന് നടുവിലൂടെ ചിത്രം വരച്ചു വെച്ച പോലെ വളഞ്ഞു പൊളഞ്ഞു കിടക്കുന്ന ടാർ റോഡിലൂടെയുള്ള യാത്ര ചെയ്യുന്നതിൻ്റെ രസം ഒന്ന് വേറെ തന്നെ കേട്ടോ. പുലർനില ചില്ലയിൽ കുളിരിടും മഞ്ഞിൻ്റെ പൂവിതൾ തുള്ളികൾ പെയ്തതാവാ. അലയുമീ തെന്നലൻ കരളിലെ തന്തിയിൽ അലസമായി കൈവിരൽ ചേർത്തതാവാ. മിഴികളിൽ കുറുകുന്ന പ്രണയമാം പ്രാവിൻ്റെ ചിറകുകൾ മെല്ലെ പിടഞ്ഞതാവാം. മിഴികളിൽ കുറുകുന്ന പ്രണയമാം പ്രാവിൻ്റെ ചിറകുകൾ മെല്ലെ പിടഞ്ഞതാവാം. താനെ തുറക്കുന്ന ജാലകച്ചില്ലിൽ നിൻ തെളിനീഴൽ ചിത്രം തെളിഞ്ഞതാവാം. പിന്നെയും പിന്നെയും ആരോ കിനാവിൻ്റെ പടി കടന്നെത്തുന്ന പദനിസ്വനം. പിന്നെയും പിന്നെയും ആരോ കിനാവിൻ്റെ പടി കടന്നെത്തുന്ന പദനിസ്വനം. പിന്നെയും പിന്നെയും ആരോ നിലാവത്ത് പൊൻവേണൂതുന്ന മൃദുമന്ത്രണം. പിന്നെയും പിന്നെയും ആരോ ആരോ ആരോ. മസിനഗുഡി എത്താറാകുമ്പോൾ തന്നെ വഴിയരികിൽ നിരനിരയായി കിടക്കുന്ന സഫാരി ജീപ്പുകൾ കാണാം. 1 മണിക്കൂർ ജീപ്പ് സഫാരിക്ക് 1500 രൂപയാണ് നിരക്ക്. നമ്മുടെ വാഹനത്തിൽ പോകാവുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെയാണ് ഇവരും കൊണ്ടുപോകുന്നത്. അങ്ങനെ നമ്മൾ ഫേവറേറ്റ് മസിനഗുഡിയിലെത്തി. പുലർനില ചില്ലയിൽ കുളിരിടും മഞ്ഞിൻ്റെ പൂവിതൾ തുള്ളികൾ പെയ്തതാ. ഇവിടെ നിന്നൊരു ചായയൊക്കെ കുടിച്ച് താഴേക്ക് ഇറങ്ങുമ്പോൾ കാണുന്ന കാഴ്ചയാണിത്. ചെറിയൊരു മാരിയങ്ങമ്മ കോവിലും എൻ്റെ താഴെ തന്നെ ചെറിയൊരു തടാകവുമൊക്കെ ഇവിടെ കാണാം. തന്തിയിൽ അലസമായി കൈവിരൽ ചേർത്തതാവാ. ഇവിടുത്തെ മറ്റു കാഴ്ചകൾ മായാറ്, ശിങ്കര എന്നീ ഗ്രാമങ്ങളിലേക്കുള്ള യാത്രയാണ്. നമ്മുടെ ലക്ഷ്യം ഊട്ടി ആയതുകൊണ്ട് തന്നെ ഇവിടെ അധികം സമയം ചെലവഴിക്കുന്നില്ല. മറ്റൊരു വീഡിയോയിൽ അവിടുത്തെ കാര്യങ്ങൾ കൂടുതലായി ഉൾപ്പെടുത്തുന്നുണ്ട്. അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളുമുള്ള ചെറിയൊരു ടൗണാണ് ഇവിടെ. കൈവിരൽ ചേർത്തതാവാ. മിഴികളിൽ കുറുകുന്ന പ്രണയമാം പ്രാവിൻ്റെ ചിറകുകൾ മെല്ലെ പിടഞ്ഞതാവാം. മിഴികളിൽ കുറുകുന്ന പ്രണയമാം പ്രാവിൻ്റെ ചിറകുകൾ മെല്ലെ പിടഞ്ഞതാവാം. ഇവിടെയും വന്യമൃഗങ്ങളുടെ സാന്നിധ്യം ധാരാളമുണ്ട്. മാനും മയിലുമെല്ലാം ഏത് ഹതഭാഗ്യനും കാണാൻ കഴിയും. കാഴ്ചയെല്ലാം കണ്ട് കുളിരുകൊണ്ട് കൽഹട്ടി ചുരം കയറി ഊട്ടിയിലേക്കുള്ള യാത്ര ഞങ്ങൾ തുടർന്നു. പിന്നെയും പിന്നെയും ആരോ കിനാവിൻ്റെ പടി കടന്നെത്തുന്ന പദനിസ്വനം. പിന്നെയും പിന്നെയും ആരോ നിലാവത്ത് പൊൻവേണൂതുന്ന മൃദുമന്ത്രണം. പിന്നെയും പിന്നെയും ആരോ ആരോ
ഇവിടുന്ന് അങ്ങോട്ട് കൽഹട്ടി ചുരം തുടങ്ങുകയാണ്. 36 ഹെയർ പിൻ ബെൻഡുകൾ കയറി വേണം ഊട്ടിയിലേക്ക് എത്താൻ. ഇതിൻ്റെ ഒരു പ്രത്യേകത, ഏത് വാഹനങ്ങൾക്കും മസനഗുഡിയിൽ നിന്ന് ഊട്ടിയിലേക്ക് പോകാം. എന്നാൽ തിരിച്ച് ഊട്ടിയിൽ നിന്നും ഇറങ്ങി വരാൻ അനുവാദമുള്ളത് TN43 വണ്ടികൾ, അതായത് തദ്ദേശീയരുടെ വാഹനങ്ങൾക്ക് മാത്രമേ അനുവാദമുള്ളൂ. അങ്ങനെ നമ്മൾ ആദ്യത്തെ ഹെയർ പിൻ ബെൻഡ് കടന്നു. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഇങ്ങനെയുള്ള കുത്തനെയുള്ള കയറ്റം തന്നെയാണ്. എന്തായാലും നമ്മൾ സ്മൂത്തായിട്ട് തന്നെ കയറി പോകുന്നുണ്ട്. അങ്ങനെ കുറേ ഹെയർ പിന്നുകൾ അങ്ങ് കയറി വന്നു കഴിഞ്ഞപ്പോൾ വണ്ടി ചൂടാവണ്ടെന്ന് കരുതി ഒരു 10 മിനിറ്റ് റെസ്റ്റ് എടുത്തു. എന്തൊരു ഭംഗിയാണ് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ. കോടമഞ്ഞ് മൂടിക്കിടക്കുന്ന മുട്ടക്കുന്നുകൾക്ക് അങ്ങകലെ കാണാം. നട്ടുച്ചയ്ക്കും റോഡിലാകെ കോട ഇറങ്ങി തുടങ്ങിയിരുന്നു. മുതുമല ടൈഗർ റിസർവിൽ കൂടിയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നതെന്ന് ഇത് ഓർമ്മിപ്പിക്കുന്നു. ഇവിടുന്ന് അങ്ങോട്ട് ചെടികൾക്കും പൂക്കൾക്കും എല്ലാം വല്ലാത്തൊരു ഭംഗി തന്നെയാണ്. അങ്ങനെ നമ്മൾ ഊട്ടിയിലെ ഗ്രാമപ്രദേശങ്ങളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. ക്യാരറ്റും ക്യാബേജും വിളയുന്ന മുട്ടക്കുന്നുകൾ നിറഞ്ഞ കുന്നുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്ന ഊട്ടി. ഇപ്പോൾ സമയം ഏകദേശം 2 മണി കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് യാത്ര തുടർന്നു. തിരിച്ച് നമുക്ക് മസനഗുഡി വഴി പോകാൻ കഴിയാത്തതുകൊണ്ട് ഒന്നുകിൽ കൂനൂർ മേട്ടുപ്പാളയം വഴി തിരിച്ചു പോകണം, അല്ലെങ്കിൽ കോത്തഗിരി മേട്ടുപ്പാളയം വഴിയും പോകാം. കോത്തഗിരി വഴി പോവുകയാണെങ്കിൽ വലിയ ബ്ലോക്കൊന്നും ഇല്ലാതെ പോകാം എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അങ്ങനെ ഞങ്ങൾ കോത്തഗിരി വഴി ഇറങ്ങാൻ തീരുമാനിക്കുകയായിരുന്നു. ക്യൂൻ ഓഫ് ഹിൽസ് എന്ന് ഊട്ടിയെ വിളിക്കാൻ കാരണം ഈ ചെറിയ മുട്ടക്കുന്നുകളുടെയൊക്കെ ഭംഗി കൊണ്ടായിരിക്കും അല്ലേ. നല്ല തണുപ്പത്ത് ഈ തേയിലത്തോട്ടത്തിനിടയിലൂടെയുള്ള യാത്ര ഒട്ടും നമ്മളെ മുഷിപ്പിക്കില്ല. ഈ ഊട്ടിക്ക് വല്ലാത്തൊരു ഭംഗി തന്നെയാണ്.
കോടമഞ്ഞ് പൊതിഞ്ഞേക്കുന്ന മൊട്ടക്കുന്നുകൾ കടന്ന് ഞങ്ങൾ കോത്തഗിരിയിലേക്ക് യാത്ര തിരിച്ചു. വരുന്ന വഴി ഒരു നിമിഷം പോലും നമുക്ക് മടുപ്പ് തോന്നില്ല എന്നുള്ളതാണ് ഈ റൂട്ടിൻ്റെ പ്രത്യേകത. ഊട്ടിയിൽ നിന്നും കോത്തഗിരിയിലേക്ക് 29 കിലോമീറ്റർ ദൂരമുണ്ട്. കോത്തഗിരിയിൽ നിന്നും മേട്ടുപ്പാളയത്തേക്ക് 31 കിലോമീറ്ററും മേട്ടുപ്പാളയത്തിൽ നിന്ന് കോയമ്പത്തൂർ വഴി പാലക്കാട്ടേക്ക് 88 കിലോമീറ്ററും. അങ്ങനെ ആകെ 148 കിലോമീറ്ററാണ് നമുക്ക് സഞ്ചരിക്കാനുള്ളത്. ഇനി നമ്മൾ ഇതുവരെ ഏകദേശം 200 കിലോമീറ്റർ സഞ്ചരിച്ചു കഴിഞ്ഞു. അതായത് ആകെ ഏകദേശം 350 കിലോമീറ്റർ വരുന്ന ഒരു ട്രിപ്പാണിത്. തിരിച്ച് പാലക്കാട്ട് എത്തുമ്പോഴേക്കും നടുവൊടിയുന്നതാണെന്ന് തോന്നുന്നു. പക്ഷേ യാത്ര ഇഷ്ടപ്പെടുന്നവർക്ക് ഇതിലും നല്ലൊരു റൂട്ട് വേറെ കിട്ടാനുണ്ടാവില്ല. സത്യം പറഞ്ഞാൽ നിലമ്പൂർ വഴിക്കടവ് കഴിഞ്ഞ് നാടുകാണി ചുരം കയറുമ്പോൾ തുടങ്ങി തണുത്ത കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരു മടുപ്പും തോന്നില്ല. ഇത്രയധികം വ്യത്യസ്തതയുള്ള കാഴ്ചകൾ കാണാൻ കഴിയുന്ന വേറൊരു റൂട്ട് ഇല്ലെന്ന് തന്നെയാണ് തോന്നുന്നത്. ഊട്ടിയിൽ നിന്നും കോത്തഗിരിയിലേക്കുള്ള യാത്രയിൽ കൂടുതലും തേയിലത്തോട്ടങ്ങളാണ്. വലിയ തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് ഡ്രൈവിംഗ് സുഖമാണ്. കോടമഞ്ഞിലൂടെയുള്ള ഈ യാത്ര ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ കോത്തഗിരിയിലെത്തി. ഇവിടെ നിന്ന് 10 കിലോമീറ്റർ ഇടത്തേക്ക് പോയാൽ കോടനാട് വ്യൂ പോയിൻറ്റിലേക്ക് എത്താം. തമിഴ്നാടിൻ്റെ മുൻ മുഖ്യമന്ത്രി ജയലളിതയുടെ വേനൽക്കാല വസതി ഇവിടെയായിരുന്നു.